ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് റോം, വാട്ട് ഈസ് റാം, വാട്ട് ഈസ് റീഡ് ഓൺലി മെമ്മറി, വാട്ട് ഈസ് റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ മെമ്മറീസിനെ കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷനും നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കോമൺ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഞാൻ രണ്ട് കോഴ്സിനും കൂടി കോമൺ ആയിട്ട് എടുക്കുന്ന ടോപ്പിക്സാണ് 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ്. 1-2 ടോപ്പിക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതിൽ മേജർ ടോപ്പിക്സൊക്കെ ECയിലും CSEയിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ്. 2 സബ് ചാപ്റ്റേഴ്സായിട്ടാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനും ഒന്ന് മെമ്മറി സിസ്റ്റവും അല്ലേ. അപ്പോൾ ഏതൊക്കെ മെമ്മറി സിസ്റ്റത്തിൽ സ്പെസിഫിക് ആയിട്ട് കുറേ ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇതാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ്. ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ 8 അവറുകളാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനും മെമ്മറി സിസ്റ്റവും അല്ലേ. അപ്പോൾ നമ്മൾ മെമ്മറി സിസ്റ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ECT 206 കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതിലും ഓൾമോസ്റ്റ് സെയിം ആണ്. 1-2 അഡീഷണൽ മെമ്മറീസ് മാത്രം ECൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, സ്പെസിഫിക് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി, റാം, റോം, മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹൈറാർക്കി. ഇതാണ് ഫസ്റ്റ് ടോപ്പിക് അല്ലേ. സെക്കൻഡ് ടോപ്പിക് നോക്ക്, ക്യാച്ച് മെമ്മറി, ബേസിക്സ് ഓഫ് ക്യാച്ചസ്, മാപ്പിംഗ് ടെക്നിക്, ഇംപ്രൂവിങ് ക്യാച്ച് പെർഫോമൻസ്, വിർച്വൽ മെമ്മറി, ഓവർലേ, മെമ്മറി മാനേജ്മെൻറ്റ്, അഡ്രസ് ട്രാൻസ്ലേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ, ഇൻട്രൊഡക്ഷൻ, സിങ്കർണസ് IO, പ്രോഗ്രാംഡ് IO, ഇൻട്രപ്റ്റ് ഡ്രിവൺ IO, DMA. അപ്പോൾ ഇതിൽ ഈ 5.3 വിർച്വൽ മെമ്മറി എന്നുള്ളൊരു പാർട്ട് ആക്ച്വലി CSEൻ്റെ സിലബസിൽ പറയുന്നില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം എടുക്കുന്ന കോമൺ ടോപ്പിക്സ് ഒക്കെ ECക്കും CSEക്കും കോമൺ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് മെമ്മറി ഹൈറാർക്കിയെക്കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് മെമ്മറീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മെമ്മറീസ് ഉണ്ട്, ഓരോന്നും എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാമെന്നൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഈസ് മെമ്മറി ഹൈറാർക്കി? യൂസിങ് മെമ്മറി ഹൈറാർക്കി, all of different types of memory units are employed to give efficient computer system. Figure shows how memory hierarchy can be employed in a computer system. നമുക്ക് ഫിഗർ നോക്കാം. ഇതാണ് ഒരു മെമ്മറി ഹൈറാർക്കിയുടെ ഒരു അറേഞ്ച്മെൻറ്റ്. നമുക്ക് പറയാം. സോ as shown in figure, at the bottom of the hierarchy, magnetic tapes and magnetic disks are used as a secondary memory. This memory is also known as auxiliary memory. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു മെമ്മറി ഹൈറാർക്കി, ഇതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. മെമ്മറി ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാവുന്നത് 2 ക്യാച്ച് മെമ്മറീസ് ആണ്. ക്യാച്ച് മെമ്മറീസ് എന്താണെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഏതൊക്കെയാണ് 2 ക്യാച്ച് മെമ്മറീസ്? ഒന്ന് പ്രൈമറി ക്യാച്ച് മെമ്മറി, ദാറ്റ് ഈസ് ഇൻസൈഡ് ദി CPU അല്ലേ. ഒരു സെക്കൻഡറി ക്യാച്ച് മെമ്മറി, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നൊരു മെയിൻ മെമ്മറിയാണ്. പിന്നെ നമുക്ക് വരുന്നൊരു സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, സെക്കൻഡറി മെമ്മറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെമ്മറീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ വളരെ ക്ലിയർ ആണ്, 2 ക്യാച്ച് മെമ്മറി വരുന്നുണ്ട്. ഒന്ന് ഇൻസൈഡ് CPU, ഒന്ന് ഔട്ട്സൈഡ് CPU. അത് പ്രൈമറി ക്യാച്ച് മെമ്മറിയും സെക്കൻഡറി ക്യാച്ച് മെമ്മറിയും. എന്താണ് ക്യാച്ച് മെമ്മറി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ വരുന്ന മെമ്മറി ഏതാണ്? ഹൈറാർക്കി പ്രകാരം മെയിൻ മെമ്മറി. പിന്നെ വരുന്നത് സെക്കൻഡറി മെമ്മറി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സൈസ് ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസിങ് ദി സൈസ്. സോ ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏതായിരിക്കും? ഏറ്റവും ബോട്ടത്തിലുള്ള മെമ്മറിക്കായിരിക്കും. ഏറ്റവും ലീസ്റ്റ് സൈസ് ഏതായിരിക്കും? ഏറ്റവും ടോപ്പിലുള്ള മെമ്മറിക്കായിരിക്കും അല്ലേ. ബേസ്ഡ് അപ്പോൺ ദി സ്പീഡ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് CPU ആയിരിക്കും. CPUക്ക് ഇൻസൈഡ് ആയിട്ടുള്ള പ്രൈമറി ക്യാച്ച് മെമ്മറി ആയിരിക്കും. ഏറ്റവും സ്ലോവസ്റ്റ് ഏതായിരിക്കും? സെക്കൻഡറി മെമ്മറി ആയിരിക്കും. ബേസ്ഡ് ഓൺ ദി ഇൻക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്. ഒരു ബിറ്റിന് നമ്മൾ എത്ര കോസ്റ്റ് അല്ലേ. ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു 1 GB എന്നുള്ളൊരു കോമൺ യൂണിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അത് ക്യാച്ച് മെമ്മറിക്ക് എത്ര നമ്മൾ പേ ചെയ്യണം, സെക്കൻഡറി മെമ്മറിക്ക് നമ്മൾ എത്ര പേ ചെയ്യണം, പ്രൈമറി മെമ്മറിക്ക് എത്ര പേ ചെയ്യണം അല്ലേ. അപ്പോൾ കോസ്റ്റ് പെർ ബിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് വരുന്ന ഏതാണ്? പ്രൈമറി ക്യാച്ച് മെമ്മറിക്കാണ് അല്ലേ. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് വരുന്ന ഏതാണ്? സെക്കൻഡറി മെമ്മറിക്കാണ്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ നോക്കുക, സൈസ് വൈസ് ആയിട്ടും
സ്പീഡ് വൈസ് ആയിട്ടും ഇൻക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റിലും ഏതാണ് ഹയസ്റ്റ് എന്ന് വരുന്നത് നിങ്ങൾ ഈ മെമ്മറി ഹൈറാർക്കിയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ മെമ്മറിയെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് മെയിൻ മെമ്മറി, ഏതൊക്കെ ടൈപ്പ് മെയിൻ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ഒരു ലെങ്തി വീഡിയോ ലെക്ചറാണ്. റോമും റാമും കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ലെക്ചറാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ മെമ്മറിയെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ എന്താണ് മെയിൻ മെമ്മറി, മെയിൻ മെമ്മറിയുടെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഡ്യൂറിങ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. ഇറ്റ് യൂസസ് എ സെമി കണ്ടക്ടർ ടെക്നോളജി ആൻഡ് ഹെൻസ് കോമൺലി നോൺ ആസ് സെമി കണ്ടക്ടർ മെമ്മറി. അപ്പോൾ നമ്മൾ മെയിൻ മെമ്മറിയെക്കുറിച്ചാണ് പറയുന്നത്, പ്രൈമറി മെമ്മറിയെക്കുറിച്ചാണ് പറയുന്നത്. മെയിൻ മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി, റാം അല്ലെങ്കിൽ റീഡ് റൈറ്റ് മെമ്മറി. ഫസ്റ്റ് വൺ ഈസ് വോളറ്റൈൽ, അനദർ വൺ ഈസ് നോൺ വോളറ്റൈൽ. ഏതാണ് ഇതിൽ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ? റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. സോ വാട്ട് ഈസ് വോളറ്റൈൽ? വെൻ എവർ ദി പവർ ഈസ് ടേൺഡ് ഓഫ് ദ എൻറ്റയർ ഡാറ്റ വിൽ ബി ലോസ്റ്റ്. നമ്മൾ റാമിലേക്ക് ഒരു മെമ്മറി ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പവർ ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻറ്റയർ ഡാറ്റ ലോസ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. ഏതാണ് വോളറ്റൈൽ മെമ്മറി? റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. വാട്ട് അബൌട്ട് റോം? റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. വെൻ എവർ ദി പവർ ഈസ് ടേൺഡ് ഓഫ് ദ എൻറ്റയർ ഡാറ്റ റിമൈൻസ് ദി സെയിം. ദിസ് ഈസ് കോൾഡ് നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പോൾ ഏതാണ് നോൺ വോളറ്റൈൽ മെമ്മറി? റോം നോൺ വോളറ്റൈലും റാം വോളറ്റൈലുമാണ്. റാമിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്റ്റാറ്റിക് റാം എന്നും ഡൈനാമിക് റാം എന്നും. റോമിനെ നമുക്ക് മെയിനായിട്ട് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മാസ്ക്ഡ് റോം, പി റോം, ഇ പി റോം, ഇ പി റോം. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മെയിൻ മെമ്മറിയിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ മെമ്മറി സെമി കണ്ടക്ടർ റീഡ് റൈറ്റ് മെമ്മറി. സെമി കണ്ടക്ടർ റീഡ് റൈറ്റ് മെമ്മറി അല്ലെങ്കിൽ റാം ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റാം, റാൻഡം ആക്സസ് മെമ്മറി അല്ലേ. സോ നമ്മൾ റാം ഓൾറെഡി പറഞ്ഞ സമയത്ത് പറഞ്ഞു മെയിൻ മെമ്മറിയുടെ ഒരു പാർട്ടാണ് റാം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. നമുക്ക് ഒരേപോലെ ഡാറ്റയെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റാം എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി രണ്ട് രീതിയിലുള്ള റാം സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്, എസ് റാമും ഡി റാമും. വാട്ട് ഈസ് എസ് റാം? സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റാറ്റിക് റാം, എന്താണ് ഡൈനാമിക് റാം? അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ മെമ്മറീൻ്റെ കോൺസെപ്റ്റൊക്കെ പറയുമ്പോൾ നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈനിലും ലോജിക് സർക്യൂട്ട് ഡിസൈനിലൊക്കെ പഠിച്ച ഒരു ഐഡിയ നിങ്ങളെ മൈൻഡിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, വാട്ട് ഈസ് സ്റ്റാറ്റിക് റാം, വാട്ട് ഈസ് ഡൈനാമിക് റാം? ഓക്കെ, സോ സ്റ്റാറ്റിക് റാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ പഠന സമയത്ത് പറഞ്ഞിരുന്നു, ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മെമ്മറി സെൽ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്, ലാച്ചസ് ആണ്. അപ്പോൾ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ സ്റ്റാറ്റിക് റാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ രണ്ട് നാൻഡ് ഗേറ്റുകൾ എടുത്തു, യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. രണ്ട് നാൻഡ് ഗേറ്റുകൾ എടുത്ത് ആ നാൻഡ് ഗേറ്റുകളെ ഞാൻ മ്യൂച്വലി ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഇതായിരുന്നു ആക്ച്വലി ഒരു മെമ്മറിയുടെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു നാൻഡ് ഗേറ്റിന് പകരം രണ്ട് നോട്ട് ഗേറ്റുകൾ എടുത്തു അല്ലേ. ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സെക്കൻഡ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. സെക്കൻഡ് നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഫസ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തതെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? സ്റ്റാറ്റിക് റാം എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റാറ്റിക് റാമിനെ രണ്ട് ഓപ്പറേഷൻസ് ആയിരിക്കും ആക്ച്വലി നമുക്ക്. റാൻഡം ആക്സസ് മെമ്മറി അല്ലേ, റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. അപ്പോൾ റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും വേണ്ടി രണ്ട് കോമൺ ലൈനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബിറ്റ് ലൈൻ ആൻഡ് വേർഡ് ലൈൻ. ഓക്കെ, ഏതാണ് ബിറ്റ് ലൈൻ? ഈ ബി കോംപ്ലിമെൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ബിറ്റ് ലൈൻ. വേർഡ് ലൈൻ ഏതാണ്? ഈ കൊടുത്തിരിക്കുന്ന ലൈനാണ് വേർഡ് ലൈൻ. അപ്പോൾ വേർഡ് ലൈൻ കണക്ട് ചെയ്യുന്ന രണ്ട് ട്രാൻസിസ്റ്ററിലേക്കാണ്, ട്രാൻസിസ്റ്റർ T1ഉം ട്രാൻസിസ്റ്റർ T2ഉം. ഇത് ആക്ച്വലി സ്വിച്ചിങ് ആക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ T1ഉം ട്രാൻസിസ്റ്റർ T2ഉം. അപ്പോൾ നമുക്കിതിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് റാം സെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് റാം സെല്ലിൻ്റെ
മേജർ പാർട്ട് ഏതാണ്? ഗേറ്റുകളാണ്, ലാച്ചാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ക്രോസ് കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ് ആസ് ലാച്ച് ആൻഡ് 2 ട്രാൻസിസ്റ്റേഴ്സ് T1 ആൻഡ് T2 വിച്ച് ആക്ട് ആസ് സ്വിച്ചസ്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ഫംഗ്ഷനാലിറ്റി? സ്വിച്ചസ് ആണ്. ഡാറ്റ സ്റ്റോറേജ് നമുക്ക് പോസിബിൾ ആവുന്ന എന്തിൻ്റെ ഹെൽപ്പ് ആയിട്ടാണ്? നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാച്ച് അറേഞ്ച്മെൻറ്റ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ് പോസിബിൾ ആവുന്നത്. സോ ദ ലാച്ച് ഈസ് കണക്റ്റഡ് ടു the figure of static RAM cell bit lines by transistor T1 and T2 അല്ലേ? യെസ്. The word line controls the opening and closing of transistor T1 and T2. ഓക്കെ, വേർഡ് ലൈൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. വേർഡ് ലൈൻ ഉള്ളത് ട്രാൻസിസ്റ്ററിൻ്റെ T1ഉം T2നും ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ ദ വേർഡ് ലൈൻ ഈസ് എ ലോജിക് 0 ലെവൽ, ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ഓഫ് ആൻഡ് ദ ലാച്ച് റീറ്റെയിൻസ് ഇറ്റ് സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഈ വേർഡ് ലൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് 0 ആണെങ്കിൽ ഈ 2 ട്രാൻസിസ്റ്റേഴ്സും എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ലോജിക്ക് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 2 ബേസിക് ഓപ്പറേഷനാണ് നമുക്ക് സ്റ്റാറ്റിക് റാമിൽ പെർഫോം ചെയ്യാനുള്ളത്. ഒന്ന് റീഡ് ഓപ്പറേഷനാണ്, ഒന്ന് റൈറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റീഡ് ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത്, എങ്ങനെയാണ് റൈറ്റ് ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിക് റാം സെല്ലിൻ്റെ റീഡ് ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മെമ്മറി കാണാം അല്ലേ? അപ്പം മെമ്മറിയിൽ നമുക്ക് റീഡ് ഓപ്പറേഷൻ, അതായത് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തൊരു ഇൻഫർമേഷൻ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫോർ റീഡ് ഓപ്പറേഷൻ ദ വേർഡ് ലൈൻ ഈസ് മെയ്ഡ് ലോജിക് 1 so that both transistors are on. Now if the cell is in state 1, the signal on bit line B is high and the signal on bit line B dash is low. The opposite is true if the cell is in state 0. The B and B complement are complement to each other. The sense or write circuit connected to the bit lines monitor the states B and B complement and set the output accordingly. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്താണ്? നമ്മൾ സപ്പോസ് വേർഡ് ലൈൻ എനേബിൾ ചെയ്തു. ഈ വേർഡ് ലൈൻ എന്ത് ചെയ്തു? എനേബിൾ ചെയ്തു. വേർഡ് ലൈൻ എനേബിൾ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 2 ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്കും ഹൈ ഇൻപുട്ട് വന്നു അല്ലേ? 2 ട്രാൻസിസ്റ്റേഴ്സും ടേൺ ഓൺ ആയി. ടേൺ ഓൺ ആകുമ്പോഴാണ് നമുക്കിവിടെ റീഡ് ഓപ്പറേഷൻ കിട്ടുക. അപ്പോൾ എങ്ങനെയോ റീഡ് ഓപ്പറേഷൻ വരിക? ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ 2 ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സപ്പോസ് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ ബി എന്നുള്ളത് 1 ആയിട്ട് മാറും, ബി കോംപ്ലിമെൻ്റ് എന്നുള്ളത് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തു എയ്തർ 1 ആണോ 0 ആണോ നമ്മൾ റീഡ് ചെയ്തതെന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. സെയിം വേ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്ത് 0 ആണെങ്കിൽ ബി എന്നുള്ളത് 0 ആവും, ബി കോംപ്ലിമെൻ്റ് എന്നുള്ളത് 1 ആവും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ബി എന്നുള്ള ബിറ്റ് ലൈൻ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഒന്നെങ്കിൽ 2 ഡാറ്റയിൽ എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ 1 ആണോ 0 ആണോ ഇവിടെ സ്റ്റോർ ചെയ്തെന്ന് റീഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി റൈറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ചെയ്യാണ് നമ്മൾ പുതിയൊരു ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് റൈറ്റ് ചെയ്യാണ് അല്ലേ? സോ ഫോർ റൈറ്റ് ഓപ്പറേഷൻ ദ സ്റ്റേറ്റ് ടു ബി സെറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ലൈൻ ബി ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ലൈൻ ബി ഡാഷ് ആൻഡ് ദെൻ the word line is activated. This action forces the cell into corresponding state and write operation is completed. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ഇതല്ല. ഈ വേർഡ് ലൈൻ എനേബിൾ ചെയ്തുകൊണ്ട് നമ്മൾ ബിയും ബി ഡാഷിൻ്റെയും വാല്യൂ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ബിയിലേക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഡാറ്റയെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ബിയിലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി കോംപ്ലിമെൻ്റ് എന്നുള്ള 0 ആയിട്ട് മാറും. അപ്പോൾ ബിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചാണ് ആ വാല്യൂ ആണ് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്, കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിക് റാം സെല്ല് ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് റാമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ് സ്റ്റാറ്റിക് റാം? ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാറ്റിക് റാം. രണ്ടാമത്തെ മെമ്മറി ഏതാണ്? ഡൈനാമിക് റാം അല്ലേ? എന്താണ് ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ തന്നെ കാണാം, 2 കോമ്പണൻ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്റർ ആക്ച്വലി സ്വിച്ചിങ് ആക്ഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ട്? ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട് അല്ലേ? ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്ററിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ചാണ്. ചാർജിങ് ആണെങ്കിൽ
നമുക്കുള്ള ഡാറ്റ 1ഉം ഡിസ്ചാർജിങ് ആണെങ്കിൽ നമുക്കുള്ള ഡാറ്റ 0യും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഡാറ്റാസിനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് റാം സെല്ല് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. 2 ലൈനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സെൻസ് ലൈനും ഒന്ന് കൺട്രോൾ ലൈനും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ തിയറി നോക്കാം. സോ ബേസിക്കലി ദ ഡൈനാമിക് റാം സ്റ്റോർ ദി ഡാറ്റ ആസ് എ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ. എ ഡൈനാമിക് റാം കൺസിസ്റ്റ് thousands of such memory cell. When column and row line go high, the MOSFET conduct and charges the capacitor. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ പറയുന്നുണ്ട്. ഈ സെൻസ് ലൈനും കൺട്രോൾ ലൈനും 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കൺട്രോൾ ലൈന് 1 ആയി, മോസ്ഫെറ്റിലേക്ക് കിട്ടുന്ന ഇൻപുട്ട് 1 ആയി അല്ലേ, സെൻസ് ലൈന് 1 ആയി. അപ്പോൾ എന്താ സംഭവിക്കുക? കൺട്രോൾ ലൈനും ഈ മോസ്ഫെറ്റ് എന്നുള്ളത് ഒരു ഡസ്റ്റ് ട്രാൻസിസ്റ്ററാണ്. ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന് അറിയുന്നുണ്ടാവും. കമ്പ്യൂട്ടർ സയൻസുകാർ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ ടിപ്പിക്കൽ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ട്രാൻസിസ്റ്ററാണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ് എന്നുള്ള ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് ആയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കൺട്രോൾ ലൈനും സെൻസ് ലൈനും 1 ആക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവും. ടേൺ ഓൺ ആയിക്കഴിഞ്ഞാൽ ഈ സെൻസ് ലൈന് 1 ആണല്ലോ, ഈ 1 ലൈൻ കാരണം, ഈ 1 എന്നുള്ളൊരു ഇൻപുട്ട് കാരണം, അപ്പോൾ ഈ ഫെറ്റിൻ്റെ കോൺസെപ്റ്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണേ. മോസ്ഫെറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 ടെർമിനൽസാണ് വരിക. ഒരു ഗേറ്റ് ടെർമിനൽ, ഇപ്പോൾ ഇത് പി ആണെങ്കിൽ ഇത് എൻ ആണ് കേട്ടോ. ഈ ടെർമിനൽ നമ്മൾ കോമൺ ആയിട്ട് ഗേറ്റ് എന്നാണ് പറയുക. ഇത് നമ്മൾ ഡ്രെയിൻ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ സോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ, ജനറലി ഒരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ നോക്ക്, ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ആക്ച്വലി ഗേറ്റ് ആണ്. അപ്പോൾ ഗേറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ കൂടി വരും. നമ്മൾ ഡയോഡിൻ്റെ കോൺസെപ്റ്റും ട്രാൻസിസ്റ്ററിൻ്റെ കോൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കറണ്ട് ഫ്ലോനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാനും ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പോൾ നമ്മളൊരു ടാപ്പ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടാപ്പിൽ എന്താണ്? നമ്മൾ ബേസിക്കലി ഈ ടാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മോട്ടോർ സിസ്റ്റം അല്ലേ, അതിൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ടാങ്കാണ്. ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടേക്കാണോ വാട്ടറിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഡ്രെയിൻ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ വാട്ടർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഗേറ്റ്. ഇതേപോലെ തന്നെയാണ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ടു സോഴ്സ് പോസിബിൾ ആക്കാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇവിടെ കൺട്രോൾ ലൈനും സെൻസ് ലൈനും എനേബിൾ ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സെൻസ് ലൈനിൻ്റെ 1 കാരണം കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്ററിൽ 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. സപ്പോസ് സെൻസ് ലൈൻ 0 ആണെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡൈനാമിക് റാം സെല്ല് വർക്ക് ചെയ്യുന്നത്. സോ വെൻ ദി റോ ആൻഡ് കോളം ഗോസ് ഹൈ, the MOSFET conduct and charges the capacitor. Same way, when the column and row line goes low, the MOSFET open and the capacitor retain its charge. In this way, store 1 bit. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഡൈനാമിക് റാം സെല്ലിൻ്റെ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് റാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. സിൻസ് ഓൺലി എ സിംഗിൾ MOSFET and capacitor are needed, the dynamic RAM contain more memory cell are compared to static RAM per unit area. The disadvantage of dynamic RAM is that need of refreshing of charge on capacitors after every few milliseconds. This complicates the system design since it requires extra hardware to control refreshing of dynamic RAM. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡൈനാമിക് റാം യൂസ് ചെയ്യാനുള്ള ഒരു മേജർ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതൊരു കപ്പാസിറ്ററാണ് അല്ലേ. അപ്പോൾ കപ്പാസിറ്ററിൽ നമ്മൾ കണ്ടിന്യൂസ് റീഫ്രഷ്മെൻ്റ് എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ഈ ഡാറ്റ സ്റ്റേബിൾ ആവുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ സപ്പോസ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 1 ആണ്, അത് മേ ബി കുറച്ച് നേരം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് 0 ആയി മാറാം. അപ്പോൾ സ്റ്റേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂസിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത് വ്യത്യാസം വരാതിരിക്കാൻ നമ്മൾ കപ്പാസിറ്റർ റീഫ്രഷ്മെൻറ്റ് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഡാറ്റയെ നമുക്ക് എപ്പോഴും ഓരോ മില്ലി സെക്കൻഡിൽ നമ്മൾ ഈ കപ്പാസിറ്റർ റീഫ്രഷ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഡാറ്റയെ സ്റ്റേബിളായിട്ട് നിർത്താൻ. ഇത് തന്നെയാണ് ഒരു ഡൈനാമിക് റാമിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്കതിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കാം. സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാറ്റിക് റാമും റൈറ്റ് സൈഡിൽ ഡൈനാമിക് റാമും എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റിക് റാം കൺസിസ്റ്റ് ഓഫ് ലെസ് മെമ്മറി സെൽസ് പെർ യൂണിറ്റ് ഏരിയ.
ഡൈനാമിക് റാം കൺസിസ്റ്റ് ഓഫ് മോർ മെമ്മറി സെൽസ് ആസ് കമ്പയർ ടു സ്റ്റാറ്റിക് റാം പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണ് അല്ലേ, 1 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതുപോലത്തെ ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണ്. ഈ യൂണിറ്റ് ഏരിയയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കുന്ന മെമ്മറി സെൽസിൻ്റെ എണ്ണം കുറവാണ് സ്റ്റാറ്റിക് റാമിൽ, പക്ഷേ ഡൈനാമിക് റാമിൽ കൂടുതലാണ്. അപ്പോൾ എന്താണ്, നമ്മളൊരു 64 GB ഒരു മെമ്മറി ഡിസൈൻ ചെയ്യുകയാണ്. ആ മെമ്മറി ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് റാമിൻ്റെ സൈസ് കമ്പാരറ്റീവ്ലി കൂടുതലും ഡൈനാമിക് റാമിൻ്റെ സൈസ് കമ്പാരറ്റീവ്ലി കുറവുമായിരിക്കും. കാരണം എന്താ, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടുതൽ മെമ്മറി സെൽസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഡൈനാമിക് റാമിനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ ഏറ്റവും ഒരു യൂണിറ്റ് ഏരിയയിൽ മോർ മെമ്മറി സെൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്, സ്റ്റാറ്റിക് റാമിന് അല്ലേ. യെസ്, സ്റ്റാറ്റിക് റാമിൻ്റെ അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് ലെസ് ആക്സസ് ടൈം, ഹെൻസ് ഫാസ്റ്റർ മെമ്മറീസ്. അപ്പോൾ ഈ കപ്പാസിറ്റർ റീഫ്രഷ്മെൻ്റ് ഒന്നും ആവശ്യമില്ല അല്ലേ, അതുകൊണ്ട് തന്നെ ആക്സസ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് റാം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും. വാട്ട് അബൌട്ട് ഡൈനാമിക് റാം, ഇറ്റ്സ് ആക്സസ് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് റാം. സ്റ്റാറ്റിക് റാമിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ഡൈനാമിക് റാമിൻ്റെ ആക്സസ് ടൈം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറലി പറയാം ഡൈനാമിക് റാം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിരിക്കും, സ്റ്റാറ്റിക് റാം എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സ്റ്റാറ്റിക് റാം കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റോർ 1 bit. What about dynamic RAM? Dynamic RAM store the data as charge on capacitor. It consists of MOSFET and a capacitor for each cell. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജാണ് നമ്മൾ സ്റ്റോറേജ് ഡാറ്റയെ തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അല്ലേ. വാട്ട് അബൌട്ട് സ്റ്റാറ്റിക് റാം, റീഫ്രഷിംഗ് സർക്യൂട്ട് ഈസ് നോട്ട് റിക്വയർഡ് ബിക്കോസ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ റീഫ്രഷിംഗ് സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല. വാട്ട് അബൌട്ട് ഡൈനാമിക് റാം, റീഫ്രഷിംഗ് സർക്യൂട്ട് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ആഫ്റ്റർ ഫ്യൂ മില്ലി സെക്കൻഡ്. Extra hardware is required to control refreshing. This make the system design complicated. ഇത് തന്നെയാണ് ഡൈനാമിക് റാമിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് റാമിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ഡൈനാമിക് റാമിൻ്റെ കോസ്റ്റ് കുറവാണ്. ബിക്കോസ് സ്റ്റാറ്റിക് റാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്, ഡൈനാമിക് റാമിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ആണ്. അതുകൊണ്ട് കോസ്റ്റ് വൈസ് ആയിട്ട് അപ്പോൾ ഈ 5 കമ്പാരിസൺ ഒന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇതാണ് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എന്നുള്ള മേജർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റാം കംപ്ലീറ്റ് ചെയ്തു അല്ലേ. റാൻഡം ആക്സസ് മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണെന്ന് പറഞ്ഞു, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോമാണ്. വാട്ട് ഈസ് റോം? റീഡ് ഓൺലി മെമ്മറി. അതായത് ഇവിടെ റീഡ് ഓപ്പറേഷൻ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ റോം എന്ന് പറയുന്നത് ആക്ച്വലി വി കാൺ റൈറ്റ് ഡാറ്റ ഇൻ റോം. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. മറ്റത് വോളറ്റൈൽ ആയിരുന്നല്ലോ, ഇത് നോൺ വോളറ്റൈലാണ്. സോ ഇറ്റ് ക്യാൻ ഹോൾഡ് ദി ഡാറ്റ ഈവൻ ഇഫ് പവർ ഈസ് ടേൺഡ് ഓഫ്. പവർ ടേൺ ഓഫ് ചെയ്താലും നമുക്ക് ഡാറ്റയെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏതിൽ? റോമിൽ അല്ലേ. സോ ജനറലി റോം ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി ബൈനറി കോഡ്സ് ഫോർ ദി സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ സച്ച് ആസ് ലുക്കപ്പ് ടേബിൾസ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഡസ് നോട്ട് ചേഞ്ച്. സോ റോം ആർ ഓൾസോ ആക്സസ്ഡ് റാൻഡംലി വിത്ത് യുണീക്ക് അഡ്രസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു റോം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള റോം നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലേ. ഇവിടെ ബിറ്റ് ലൈനും വേർഡ് ലൈനും ഉണ്ട്, ആസ് യൂഷ്വൽ ട്രാൻസിസ്റ്റർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ കണ്ടീഷൻ എന്താണ്? സ്വിച്ച് എന്നുള്ളത് ജനറലി ഓപ്പൺ ആണെങ്കിൽ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ 1 എന്നാണ് അർത്ഥം. സ്വിച്ച് ജനറലി ക്ലോസ്ഡ് ആണെങ്കിൽ ബേസിക്കലി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ലോജിക് 0 ആണെന്ന് അർത്ഥം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. റോമിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ ഒരു ബിറ്റ് ലൈനും ഒരു വേർഡ് ലൈനും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഡാറ്റയെ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റോം നമുക്ക് ഒരുപാട് ടൈപ്പ് പറയാൻ പറ്റും. ദ ഫിഗർ ഷോസ് ദ ടിപ്പിക്കൽ കോൺഫിഗറേഷൻ ഓഫ് എ റോം സെൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ ടി ആൻഡ് സ്വിച്ച് പി. ഏതാണ് ടി? ടി എന്നുള്ളത് ട്രാൻസിസ്റ്ററും പി എന്നുള്ളത് സ്വിച്ചും അല്ലേ. യെസ്, ദ ട്രാൻസിസ്റ്റർ ടി ഈസ് ഡ്രിവൺ ബൈ ദി വേർഡ് ലൈൻ. It consists of a cell can read from the cell when the word line is logic 1. ഈ വേർഡ് ലൈന് ലോജിക് 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ റീഡ് ചെയ്യാൻ പറ്റും അല്ലേ. എ ലോജിക് 0 വാല്യൂ ഈസ് റീഡ് ഇഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ത്രൂ ദി സ്വിച്ച് പി. ഇഫ് സ്വിച്ച് ഈസ് ഓപ്പൺ എ ലോജിക് വാല്യൂ 1 ഈസ് റീഡ്. ദ ബിറ്റ് ലൈൻ ഈസ് കണക്റ്റഡ് ത്രൂ എ റെസിസ്റ്റർ ടു പവർ സപ്ലൈ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. പവർ സപ്ലൈക്ക് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലോജിക് 1 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഗ്രൗണ്ട് പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ ലോജിക് 0 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് 1 ആണോ 0 ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് റോമിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ടൈപ്സ് ആണ്.
റോമിനെ നമുക്ക് മെയിനായിട്ട് പി റോം എന്നും ഇ പി റോം എന്നും ഇ പി റോം എന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് പി റോമിനെ കുറിച്ചാണ്. പി റോം എന്താണ്? പ്രോഗ്രാമബിൾ റോം. ഇതിനെയാണ് നമ്മൾ പി റോം എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെ ക്ലിയർ ആണ് അല്ലേ? റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി അല്ലേ? വൺ ടൈം പ്രോഗ്രാമബിൾ ആണ്. നമുക്കൊരു മെമ്മറി ഉണ്ട്, അതിൽ ഒരു തവണ മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരു തവണ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എറേസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ മെമ്മറിയാണ് നമ്മൾ വൺ ടൈം പ്രോഗ്രാമബിൾ മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുക? പി റോം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറായിട്ട് കാണാം അല്ലേ? പി റോംസ് ആർ പ്രോഗ്രാംഡ് ബൈ യൂസർ ടു പ്രൊവൈഡ് ദി പ്രോഗ്രാമിംഗ് ഫെസിലിറ്റി. ഈച്ച് അഡ്രസ് സെലക്ട് ആൻഡ് ഡാറ്റ ലൈൻ ഇന്റർസെലക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫ്യൂസ്ഡ് മോസ്ഫെറ്റ് ഓർ ട്രാൻസിസ്റ്റർ. The PROM are one-time programmable. Once the programmed information is stored is permanent. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഫ്യൂസ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഈ ഒരു ഫ്യൂസിങ് മെക്കാനിസം വഴി നമുക്ക് ആക്ച്വലി നമ്മുടെ മെമ്മറിയിലേക്ക് ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ എന്നുള്ളത് പെർമനൻ്റ്ലി ഫിക്സഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ആ ഡാറ്റയെ റീപ്ലേസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഒരു തവണ നമ്മൾ പ്രോഗ്രാം ചെയ്ത ഇൻഫർമേഷൻ പെർമനൻ്റ്ലി സ്റ്റോർഡ് ആവുകയാണെങ്കിൽ, എറേസിങ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ, ഈ ടൈപ്പ് മെമ്മറിയെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ പി റോം. ഈ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ റോമാണ് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ ഇ പി റോം. ഓക്കെ, ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ അല്ല, സോറി, എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഞാൻ പറഞ്ഞത് ഫുൾ ഫോം പറഞ്ഞ് മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ പി റോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇ പി റോം എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇ പി റോം എന്താ? ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇ പി റോം നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം അല്ലേ? ഇ പി റോം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ പ്രോഗ്രാം ചെയ്തതിനെ നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും. എറേസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ മെമ്മറിയാണ് നമ്മൾ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയാം. സോ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി യൂസസ് മോസ് സർക്യൂട്ടറി. മോസ് എന്ന് പറഞ്ഞാൽ എന്താ? മോസ്ഫെറ്റ് അല്ലേ? ദേ സ്റ്റോർ വൺസ് ആൻഡ് സീറോസ് ആസ് എ പാക്കറ്റ് ഓഫ് ചാർജ് ഇൻ എ ബറീഡ് ലെയർ ഓഫ് ഐ സി ചിപ്പ്. ഇ പി റോം ക്യാൻ ബി പ്രോഗ്രാംഡ് ബൈ ദി യൂസർ വിത്ത് എ സ്പെഷ്യൽ ഇ പ്രോഗ്രാമർ. ഇ പി റോം പ്രോഗ്രാമർ. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ടെന്ന് പറഞ്ഞു അല്ലേ? ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് വി ക്യാൻ എറേസ് ദി സ്റ്റോർ ഡാറ്റ ഇൻ ഇ പി റോം ബൈ എക്സ്പോസിങ് ദ ചിപ്പ് ടു അൾട്രാവയലറ്റ് ലൈറ്റ് through its quartz window for 15 to 20 minutes as shown in figure. It is not possible to erase selective information. When erased, the entire information is lost. The chip can be reprogrammed. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡാറ്റയെ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്തതിനെ നമുക്ക് എറേസ് ചെയ്യാം. ഓക്കെ, എറേസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ചിപ്പിലേക്ക് അൾട്രാ വയലറ്റ് റേസ് പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡാറ്റയെ എന്ത് ചെയ്യുന്നത്? എറേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എറേസിങ്ങിന് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 മുതൽ 20 വരെ മിനിറ്റ്സ് കൊണ്ടാണ് നമുക്ക് ഡാറ്റ എറേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മോഡേൺ SSDയിലൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇ പി റോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ഹാർഡ്വെയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട് ബൈ പാർട്ടായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിലൊരു ഫയൽ മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലേ? പക്ഷേ ഇ പി റോമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെയർ സ്റ്റോറേജ് നമുക്ക് എറേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. എറേസിങ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി ഏതാണ്? ബൈ പാസിങ് യു വി റേസ്, അൾട്രാ വയലറ്റ് റേസ് പാസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുക? എറേസ് ചെയ്യാൻ പറ്റുക. ദിസ് ഇസ് കോൾഡ് ഇ പി റോം, എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇ പി റോം ആണ്. എന്താണ് ഇ പി റോം? ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആർ യൂസ് മോസ് സർക്യൂട്ടറി വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ഇ പി റോം. ഇ പി റോം അലോ സെലക്റ്റീവ് എറേസിംഗ് അറ്റ് ദി രജിസ്റ്റർ ലെവൽ rather than erasing all the information, since the information can be changed by using electrical signals. The EEPROM memory also has a special chip erase mode by which the entire chip can be erased in 10 milliseconds. This time is quite small as compared to the time required to erase EEPROM. It can be erased and reprogrammed. It can be erased and reprogrammed വിത്ത് ദി ഡിവൈസ് റൈറ്റ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കലി എറേസബിൾ എന്ന് പറഞ്ഞാൽ
ക്ലിയർ ആണ്. നമ്മൾ എറേസിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണ്. അപ്പോൾ 15 മുതൽ 20 വരെ മിനിറ്റുകൾ എടുത്തിരുന്നു EPROM എറേസ് ചെയ്യാം. ഇവിടെ 10 മില്ലി സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് ഡാറ്റ എറേസ് ചെയ്യാം. മറ്റത് അങ്ങനെയല്ല, എൻ്റെയർ ഡാറ്റ ആയിരുന്നു EPROM നമുക്ക് എറേസ് ചെയ്യാൻ പറ്റുക. ഇവിടെ അങ്ങനെയല്ല, ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, എറേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് EPROM? ഡാറ്റയെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഡാറ്റയെ എറേസ് ചെയ്യാൻ പറ്റും. എറേസിങ്ങിന് എടുക്കുന്നത് വെറും 10 മില്ലി സെക്കൻഡാണ്. വീണ്ടും ഡാറ്റയെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റയെ എറേസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, EPROM എന്ന് പറയാം. അപ്പോൾ ഇതാണ് റോമിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ, മെമ്മറിയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ, മെമ്മറിയുടെ ടൈപ്സ് പറഞ്ഞു, മെയിൻ മെമ്മറി എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, റാമും റോമും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും കോമൺ ആണ്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാ ബ്രാഞ്ചിനും പഠിക്കാനുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ അതൊരു കോമൺ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. ഞാൻ വളരെ ഡിലേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ, തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.